സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വി വെ ഡിസ്കസ്ഡ് അബൌട്ട് മിഡീവൽ വേൾഡിലുള്ള എഡ്യൂക്കേഷൻ. മിഡീവൽ വേൾഡിലെ പിന്നെ സിൽക്ക് റൂട്ട്, അതുപോലെ തന്നെ സ്പൈസ് റൂട്ട്, അതുപോലെ മിഡീവൽ ഈ വെസ്റ്റേൺ സിറ്റീസ്, ഈസ്റ്റേൺ സിറ്റീസിനെ, അതുപോലെ തന്നെ ഗിൽഡുകളെ കുറിച്ചൊക്കെ ഡിസ്കസ്ഡ്. ദെൻ വി ആർ മൂവിങ് ടു ദ എഡ്യൂക്കേഷൻ ഓഫ് ദ മിഡീവൽ വേൾഡ്. മിഡീവൽ വേൾഡിലുള്ള എഡ്യൂക്കേഷനെ കുറിച്ചാണ് ഡിസ്കസിങ്. സോ ദ സബ്ജക്ട്സ് വെർ തോട്ട് ഇൻ ദ സ്കൂൾസ്. സ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഗ്രാമർ, ദെൻ ലാറ്റിൻ ലാംഗ്വേജ്, അസ്ട്രോളജി, ലിറ്ററേച്ചർ, ഫിലോസഫി, മാത്തമാറ്റിക്സ് ആൻഡ് ലോ ഓഫ് നാച്ചർ. ഇതൊക്കെയാണ് അന്ന് അവിടെ സ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് ഗ്രാമർ ആയിരുന്നു, മറ്റൊന്ന് ലാറ്റിൻ ലാംഗ്വേജ് ആയിരുന്നു, മറ്റൊന്ന് അസ്ട്രോളജി ആയിരുന്നു, ആകാശങ്ങളെ കുറിച്ചുള്ള പഠനം, ദെൻ ലിറ്ററേച്ചർ ആയിരുന്നു, പിന്നെ മറ്റൊന്ന് സാഹിത്യം, ഫിലോസഫി ആയിരുന്നു, അതുപോലെ മാത്തമാറ്റിക്സ് ആയിരുന്നു, ലോ ഓഫ് നാച്ചർ ആയിരുന്നു. ദെൻ സബ്ജക്ട്സ് ടോട്ട് ഇൻ യൂണിവേഴ്സിറ്റീസ്. യൂണിവേഴ്സിറ്റികളിൽ അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സബ്ജക്ട്സുകൾ എന്ന് പറയുന്നത് ഫിലോസഫി, ലോ, ലിറ്ററേച്ചർ, മെഡിസിൻ, ജിയോമെട്രി ആൻഡ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. അപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഫിലോസഫി, ലോ, literature, medicine, geometry and the different languages. Then what are the universities at that time? Name of the universities in the medieval world, that also in the western area, western side le annundayna universities. Bologna University in Italy, then the Constantinople in Turkey, Istanbul University, University of Paris in France, Oxford and Cambridge in England. You can see the pictures of each and every universities there. Istanbul University, then the Paris University, Oxford University, and Cambridge University, and Cordova University, Bologna University. Then these are the places where they. Then the features of the educational system. ആ കാലഘട്ടത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? The education has got more importance, the progress increased in the trade and the emergence of the city lives. അപ്പോൾ അന്നത്തെ കാലത്തുള്ള എഡ്യൂക്കേഷൻ മൂലം the trade was increased, trade വളർന്നു. At the same time the emergence of the new cities, ഒരു സിറ്റി ലൈഫ് വന്നു, പുതിയ സിറ്റികളൊക്കെ വന്നത് ത്രൂ ദ എഡ്യൂക്കേഷൻ ആയിരുന്നു. ട്രേഡ് വളർന്നത്, പുതിയ സിറ്റികൾ വന്നതൊക്കെ ത്രൂ ദ എഡ്യൂക്കേഷൻ ആയിരുന്നു എന്ന് പറയും. The second one, there were facilities for the primary education and higher education. അന്ന് സ്കൂളുകളും ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നു. സ്കൂൾസ് ഫോർ പ്രൈമറി എഡ്യൂക്കേഷൻ ആൻഡ് ദ യൂണിവേഴ്സിറ്റീസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആയിരുന്നു. Then the schools were established to provide the primary education in basic education. പ്രൈമറി എഡ്യൂക്കേഷൻ, അത് ബേസിക് ലെവലിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി അന്ന് സ്കൂളുകൾ ഉണ്ടായിരുന്നു. ഗ്രീക്ക്, റോമൻ നോളജ് ആൻഡ് ഇസ്ലാമിക് നോളജ്. പ്രധാനമായിട്ടും അന്നുണ്ടായിരുന്നത് ഗ്രീക്ക്, റോമൻ നോളജും അതുപോലെ തന്നെ ഇസ്ലാമിക് നോളജും ആയിരുന്നു. ദെൻ ദ വെസ്റ്റ് ഏരിയയിലുള്ള യൂണിവേഴ്സിറ്റി, പ്രത്യേകിച്ചും പെക്യുലർ ഫീച്ചേഴ്സ് ഓഫ് കൊർദോവ യൂണിവേഴ്സിറ്റി, ദ ആൻഷ്യന്റ്, ദ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ദ വേൾഡ് ആണ് കൊർദോവ യൂണിവേഴ്സിറ്റി. വാട്ട് ആർ ദ ഫീച്ചർ ഓഫ് ദ കൊർദോവ യൂണിവേഴ്സിറ്റി? ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ അറബ്സ് ഇൻ സ്പെയിൻ. സ്പെയിനിൽ അറബികൾ ഉണ്ടാക്കിയതാണ് കൊർദോവ യൂണിവേഴ്സിറ്റി. ദിസ് ലൈബ്രറി വിച്ച് ഹാഡ് തൗസൻഡ്സ് ഓഫ് manuscripts, പ്രാചീന കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട തൗസൻഡ്സ്, ആയിരക്കണക്കിന് കൃതികളോ ഇൻ ദ ലൈബ്രറി ഓഫ് കൊർദോവ യൂണിവേഴ്സിറ്റി. അത്രയും പഴക്കം ഉണ്ടായിരുന്നു. ദ യൂണിവേഴ്സിറ്റി പ്രൊവൈഡഡ് ലാംഗ്വേജസ് സച്ച് ആസ് ഗ്രീക്ക്, സിറിയാക്ക്, പേർഷ്യൻ, സാൻസ്ക്രിറ്റ്. സാൻസ്ക്രിറ്റ് ഈസ് ഇൻ ഇന്ത്യൻ ലാംഗ്വേജ്. അപ്പോൾ ഈ ഗ്രീക്ക് ലാംഗ്വേജ്, സിറിയക് ലാംഗ്വേജ്, പേർഷ്യൻ ലാംഗ്വേജ്, സാൻസ്ക്രിറ്റ് ലാംഗ്വേജുകളൊക്കെ അന്ന് കൊർദോവ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. Arabic version of books originally written in these languages was available in the library of the university. അപ്പം അറബിക്കിൽ എഴുതപ്പെട്ടിരുന്ന all books were written in these languages, that means ഗ്രീക്ക്, സിറിയക്ക്, പേർഷ്യൻ ആൻഡ് സാൻസ്ക്രിറ്റ്. അതൊക്കെ കൊർദോവ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. ആൻഡ് വാട്ട് ഈസ് കരോലിംഗ്യൻ റിനൈസൻസ് എന്ന് പറയുന്നത്? കരോലിംഗ്യൻ റിനൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ, അതായത് 8th and 9th century കാലഘട്ടത്തിൽ, ദ കൾച്ചറൽ ആൻഡ് ഇന്റലക്ച്വൽ അവേക്കനിങ് ഓഫ് ദ 8th and 9th century medieval Europe has been generally characterized as Carolingian Renaissance. ഒരു പുതിയ ആരംഭമായിരുന്നു ആ കാലഘട്ടം, എഡ്യൂക്കേഷണൽ ഹബ്ബായി മാറിയ ആ സമയത്ത്. This Renaissance mainly happened during the period of Emperor Charlemagne and his successor Louis. By realizing the necessity of the educated sections in the society,
Charlemagne issued a royal decree ordering the cathedrals and the monasteries of his empire to provide free primary education. എഡ്യൂക്കേഷന്റെ വളർച്ചയ്ക്കുണ്ടായ ഒരു റിനൈസൻസ് ആയിരുന്നു ഈ പറഞ്ഞ കരോലിംഗ്യൻ റിനൈസൻസ് എന്നാണ്. എഡ്യൂക്കേഷനിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കത്തീഡ്രൽസും അതുപോലെ തന്നെ മൊനാസ്ട്രികളും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രൈമറി എഡ്യൂക്കേഷൻ, ഫ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ അന്ന് തന്നെ അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു. Then the functioning of the school system in the medieval period. Medieval പീരീഡിലെ സ്കൂൾ സിസ്റ്റം എങ്ങനെയായിരുന്നു പോയിരുന്നത് നോക്കാം. Many schools are started for the primary education. സ്കൂൾസുകളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. Education of the woman was restricted. And those who got the rare opportunity for education were nuns and the children of the rulers and the nobles. അപ്പം വുമൺസിന് ശരിക്കും ആ കാലഘട്ടത്തിൽ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല, വളരെ ചുരുക്കമായിരുന്നു. കിട്ടിയത് തന്നെ നോബിൾ ഫാമിലീസ് അതുപോലെ തന്നെ റൂളേഴ്സിന്റെ ഫാമിലിയിലുള്ള ആളുകൾക്ക് മാത്രം, വലിയ വലിയ തലങ്ങളിലുള്ള നേതാക്കന്മാരുടെ അല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് മാത്രമേ അന്ന് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. The major subjects taught in medieval schools were, നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെയാണ് മെഡീവൽ സ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സബ്ജക്ട്സുകൾ ഏതൊക്കെയായിരുന്നു. ഗ്രാമർ, ലാറ്റിന്, അസ്ട്രോളജി, ലിറ്ററേച്ചർ, ഫിലോസഫി, മാത്തമാറ്റിക്സ് ആൻഡ് ലോ ഓഫ് നാച്ചർ. We were discussed before. And there were many universities of the higher educations. അത് നമ്മൾ പറഞ്ഞു, the universities like Paris University, Cambridge University, Oxford University, Cordova University, Bologna University, അല്ലേ, കുറേ യൂണിവേഴ്സിറ്റികൾ പറഞ്ഞു. They were the great contribution to the medieval world. And we can come to the eastern side. Eastern side എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷനിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അറേബ്യയിലായിരുന്നു, അറബ്സ് ആയിരുന്നു. The famous educational institution that's established by the Arabs. അറബികൾ, ഈ കൊർദോവ യൂണിവേഴ്സിറ്റി, the oldest യൂണിവേഴ്സിറ്റി, അതും ഉണ്ടാക്കിയത് അറബികൾ തന്നെയാണ്, സ്പെയിനിലാണ്. അപ്പം ഈസ്റ്റേൺ സൈഡിൽ എഡ്യൂക്കേഷൻ്റെ ഒരു ഹബ് ആയിട്ടുണ്ടായിരുന്നത് അറേബ്യൻ ഏരിയയിലായിരുന്നു. The main universities in the medieval period, that University of Baghdad, University of Damascus, Al-Azhar University in Egypt. You can see the Baghdad University, the present picture of the Baghdad University, and the Damascus University, then the Al-Azhar University in Egypt. Making of books. Thousands of people were engaged in the profession of preparing manuscripts in the library of Cordova, Baghdad and Cairo. Cairo യൂണിവേഴ്സിറ്റിയിലെയും ബഗ്ദാദ് യൂണിവേഴ്സിറ്റിയിലെയും കൊർദോവ യൂണിവേഴ്സിറ്റിയിലൊക്കെ thousands of people, ആയിരക്കണക്കിന് ആളുകൾ പുസ്തകം പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലായിരുന്നു. They used to kind of paper made of cloth. ക്ലോത്തിനാൽ ഉണ്ടാക്കിയ, ശീല കൊണ്ടുണ്ടാക്കിയ പേപ്പറുകളിലായിരുന്നു അവർ എഴുതിക്കൊണ്ടിരുന്നത്. The types they used were made of wood. അത് തന്നെ വുഡ്, മരങ്ങളാൽ നിർമ്മിച്ച പേപ്പറുകളായിരുന്നു, ഓലത്താളുകളായിരുന്നു അത് ഉപയോഗിച്ചിരുന്നത്. The first paper mill of the world was established at Baghdad and the second one in Cordova. അപ്പോൾ ഒന്നാമത്തെ പേപ്പർ അഥവാ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പേപ്പറിലേക്കുള്ള ആ ഒരു പേപ്പർ മില്ല് നിർമ്മിച്ചത് ആദ്യമായിട്ട് ബഗ്ദാദിലാണ്, രണ്ടാമത്തേത് കൊർദോവയിലുമാണ്. And the peculiar features of the education. It had begun from primary education to higher education ആയിരുന്നു. Women also got opportunity to learn as men. അതായത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റികളിൽ, ഈ വെസ്റ്റിൽ വുമൺസിന് അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ബട്ട് ഈസ്റ്റേൺ സൈഡ്സിൽ primary education and higher education on the same as in western side. Then the women also got the opportunity to learn as men. അതാണ് ഈസ്റ്റേൺ സൈഡിലെ ഏറ്റവും വലിയ പെക്യുലാരിറ്റി. Then ladies were given the opportunity to become teachers by training the degree and ijaz. Thus this was an example of giving opportunity for female. അല്ലേ, ഫീമെയിൽസിന് എന്തുണ്ടായിരുന്നു, ടീച്ചേഴ്സായി മാറാനുള്ള ഒരു സാഹചര്യം കൂടി ഈസ്റ്റേൺ സൈഡിൽ ഉണ്ടായിരുന്നു. Then we can go to China, the lastest position of the eastern side. Peculiar features of China. Knowledge was imparted by a single teacher. ഒരു സിംഗിൾ ടീച്ചറാണ് അന്ന് എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. ലേണിംഗ് സ്റ്റാർട്ടഡ് ഇൻ ദ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റ് ദ ഏജ് ഓഫ് 6. 6 വയസ്സ് മുതൽ എന്ത് ചെയ്യുന്നു, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വെച്ചിട്ട് അവർ വിദ്യ അഭ്യസിച്ചു തുടങ്ങുന്നു. The Buddhist philosophy was a compulsory subject in the schools attached to the Buddhist Vihara.
ബുദ്ധ വിഹാരയിൽ വെച്ച് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ വാസ് കമ്പൽസറി അറ്റ് ദാറ്റ് ടൈം. ചൈനയിൽ അത് വളരെ നിർബന്ധമായിരുന്നു എല്ലാവർക്കും. ഇഫ് വി ക്യാൻ കം ടു ഇന്ത്യ, ഇൻ ഇന്ത്യ ദ സബ്ജക്ട്സ് വെർ ടോക്ട് ഇൻ ദ സ്കൂൾസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് വേറെ യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നില്ല, അന്ന് ഗുരുകുല സിസ്റ്റം ആയിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സബ്ജക്ട്സുകൾ ഗ്രാമർ, അസ്ട്രോണമി, ലാംഗ്വേജ്, ഫിലോസഫി, ലിറ്ററേച്ചർ. നേരത്തെ പറഞ്ഞ നമ്മൾ ലോ ഓഫ് നാച്ചർ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇന്ത്യയിലുള്ള എഡ്യൂക്കേഷനിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നു ഒന്ന് ഗ്രാമർ ആയിരുന്നു, മറ്റൊന്ന് അസ്ട്രോണമി ആയിരുന്നു, ലാംഗ്വേജ്, ഫിലോസഫി, ലിറ്ററേച്ചർ. ഏതൊക്കെയാണ്? ഗ്രാമർ, അസ്ട്രോണമി, ലാംഗ്വേജ്, ഫിലോസഫി ആൻഡ് ലിറ്ററേച്ചർ. ആൻഡ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം വാസ് ഗുരുകുല സിസ്റ്റം ആയിരുന്നു ഇന്ത്യൻ എഡ്യൂക്കേഷനിൽ ഉണ്ടായിരുന്നു. ഗുരുകുല സിസ്റ്റം, അതായത് നമ്മൾ എന്ത് ചെയ്യും, ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ഗുരുവിൻ്റെ അവിടെ ഒരു ചെറിയൊരു ആശ്രമം പോലെ ഒരു സ്ഥലം ഉണ്ടാകും, അവിടെ ഇരുന്നിട്ട് വിദ്യ അഭ്യസിക്കുക. ഓക്കെ, ദെൻ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ഏരിയ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഓഫ് ദ മിഡീവൽ വേൾഡ്. മിഡീവൽ വേൾഡിലെ ആർട്ടും ലിറ്ററേച്ചറുമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സോ സ്റ്റൈൽ ഓഫ് മ്യൂസിക് ഇൻ ദ മിഡീവൽ വേൾഡ്. മിഡീവൽ വേൾഡിൽ 2 സ്റ്റൈൽ ഓഫ് മ്യൂസിക് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് വെസ്റ്റേൺ മ്യൂസിക്കും മറ്റൊന്ന് അറബ് മ്യൂസിക്കുമാണ് അന്നുണ്ടായിരുന്നത്. And style of painting, styles of painting at that time. There were a famous painter, name is Santa Trinita Madonna by Canny D. Peppo. Canny D. Peppo നിർമ്മിച്ച the famous painting, അതിൻ്റെ പേരാണ് സാന്റാ ട്രിനിറ്റ മെഡോണ. അതായിരുന്നു അന്നത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരു പെയിന്റിംഗ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ആ കാലഘട്ടത്തിലെ മിഡീവൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിരുന്ന ല്യൂട്ടാണ്. അവിടെ നിങ്ങൾ കാണുന്നത് ല്യൂട്ട് അന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗത്തിലുണ്ടായിരുന്ന സാധനമായിരുന്നു. ദെൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറേ കൃതികളും ദെൻ അതിൻ്റെ റൈറ്റേഴ്സും ഓതേഴ്സിൻ്റെ ലിസ്റ്റുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യു ക്യാൻ സീ ദാറ്റ് ഉമർ ഖയ്യാം ആൻഡ് അൽ ഫിർദൗസി, ഇബ്നു ഖൽദൂൻ, തോമസ് അക്വിനാസ്, സെന്റ് അഗസ്റ്റിൻ, പീറ്റർ അബൽറാഡ് ആൻഡ് കൽഹാന ആൻഡ് ജയദേവ. സോ ദ ഉമർ ഖയ്യാമിൻ്റെ കൃതി ഏതാണ്? വർക്ക്സ് റുബായിയാത്ത്. ആൻഡ് അൽ ഫിർദൗസിയുടെ ഏതാണ്? ഷഹ്നാമ. ആൻഡ് ദ ഇബ്നു ഖൽദൂൻ കിതാബുൽ ഇബാദ്. ആൻഡ് ദ തോമസ് അക്വിനസ് സുമ്മ തിയോളജി. ആൻഡ് ദ സെന്റ് അഗസ്റ്റിൻ സിറ്റി ഓഫ് ഗോഡ്. പീറ്റർ അബലാഡ് ഏതാണ്? ഡയലോഗാണ്. അതുപോലെ തന്നെ കൽഹാന ഏതാണ്? രജതരംഗിണിയായിരുന്നു. ദെൻ ദ ജയദേവ ഗീതാ ഗോവിന്ദം. So these are the works written by the authors of the names we mentioned here. And the Western style of architecture ആണ് നമ്മൾ നോക്കുന്നത്. Western style, 3 types of architectures ആണ് Western style ഉള്ളത്. ഒന്ന് റോമൻസ്ക്യൂ സ്റ്റൈലാണ്, മറ്റൊന്ന് ഗോട്ടിക് സ്റ്റൈലാണ്, മറ്റൊന്ന് കരോലിംഗ്യൻ സ്റ്റൈലാണ്. റോമൻസ്ക്യൂ സ്റ്റൈല്, ഗോട്ടിക് സ്റ്റൈല്, കരോലിംഗ്യൻ സ്റ്റൈല്. We'll show the picture here. കരോലിംഗ്യൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? A new style by combining ancient Roman style and Byzantine style. Byzantine സ്റ്റൈലും റോമൻ സ്റ്റൈലും കൂടി കൂട്ടിയിട്ടുള്ള ഒരു ന്യൂ സ്റ്റൈലിന്റെ പേരാണെന്ത്? കരോലിംഗ്യൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. എംപറർ ചാൾമാഗ്നിയാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ചാൾമാഗ്നി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു കരോലിംഗ്യൻ സ്റ്റൈൽ കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റൊന്ന് ഫീച്ചേഴ്സ് ഓഫ് കരോലിംഗ്യൻ സ്റ്റൈൽ. കരോലിംഗ്യൻ സ്റ്റൈലിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഡോംസ് ഉണ്ടാകും. അതിന്റെ മുകളിൽ നല്ല ഇങ്ങനെ ഡോംസ് ഉണ്ടാകും. ആർച്ച് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഡോറാണ് ഉണ്ടാവുക. ഹ്യൂജ് പില്ലേഴ്സ് ഉണ്ടാകും. മൊസൈക്ക് ഫ്ലോറൊക്കെ മൊസൈക്ക് ആയിരിക്കും. യു ക്യാൻ സീ ദ പിക്ചേഴ്സ് ഓഫ് ദ റോമനിക് സ്റ്റൈൽ നിങ്ങൾക്ക് കാണാം അവിടെ. സെക്കൻഡ് വൺ ഗോട്ടിക് സ്റ്റൈൽ, നേരെ ഇങ്ങനെ കുത്തനെ പോകുന്നത്. കരോലിംഗ്യൻ സ്റ്റൈൽ അതിൻ്റെ കണ്ടോ, അതിൻ്റെ ആർച്ച് ഷേപ്പാണ് ഉണ്ടാവുക. അതിൻ്റെ മുകളിൽ ചെറിയൊരു ഡോം കാണാം, ഒരു ചെറിയൊരു മുനാരം പോലെ ഇങ്ങനെ റൗണ്ടിൽ കാണാം. അതിനാണ് ഡോം എന്ന് പറയാം. പിന്നെ അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ആർച്ച് ഷേപ്പാണ്. അതാണ് കരോലിംഗ്യൻ സ്റ്റൈൽ. ഗോട്ടിക് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരെ മുകളിലോട്ട്, നമ്മൾ ബുർജ് ഖലീഫിന്റെ ഒക്കെ മോഡൽ ഇങ്ങനെ നേരെ മുകളിലോട്ട് പോകുന്ന സിസ്റ്റമാണ് ഗോട്ടിക് സ്റ്റൈൽ. ദെൻ റോമൻസ്ക്യൂ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഡിഫറെന്റ് ഫ്രം ബോത്ത് ദീസ്, അല്ലേ? രണ്ടിൽ നിന്നുള്ള ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ദെൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് ക്രൂസൈഡ്സ്. കുരിശ് യുദ്ധകാലം എങ്ങനെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തു, ഈ ആർട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്. The Europeans got acquainted with the Islamic culture during the Crusades. അതായത് മുസ്ലിങ്ങളിൽ നിന്ന് വെസ്റ്റേൺ ഏരിയ പിടിച്ചെടുക്കാൻ വേണ്ടി ക്രിസ്ത്യാനികൾ നയിച്ച യുദ്ധത്തിന്റെ പേരാണ് എന്ത്? ക്രൂസൈഡ്സ് അഥവാ കുരിശ് യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഇസ്ലാമിക് കൾച്ചർ ഒരുപാട് എന്ത് ചെയ്തു? വെസ്റ്റേൺ യൂറോപ്പിലേക്ക് കടന്നു വന്നു. ആർട്ട് ആൻഡ് ദ ലിറ്ററേച്ചർ വെയർ എക്സ്ചേഞ്ച്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ആ സമയത്ത് ഇസ്ലാമിക് ആർട്ടും
വെസ്റ്റേൺ ആർട്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, വെസ്റ്റേൺ ആർട്ട് ഇസ്ലാമിക് ആർട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു, എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടു. The Western style was profoundly influenced by the Eastern art and agriculture. വെസ്റ്റേൺ സ്റ്റൈല് ഈസ്റ്റേൺ സ്റ്റൈലിലേക്കും ഇൻഫ്ലുവൻസ് ചെയ്തു, ഈസ്റ്റേൺ സ്റ്റൈല് വെസ്റ്റേൺ സ്റ്റൈലിലേക്കും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു ക്രൂസൈഡ്സിന്റെ കാലഘട്ടം. ദ പ്ലറ്റോണിക് അക്കാഡമി ഓഫ് ഫ്ലോറൻസ്, അതുപോലെ തന്നെ ക്വീൻസ് വെഗൻസ് യൂണിവേഴ്സ് ഹോസ്പിറ്റൽ ഇൻ പാരീസ്, ആ സമയത്തുള്ള പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങളായിരുന്നു. ഇത് രണ്ടും ലൂയിസ് 9th സമയത്താണ് അദ്ദേഹം ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. യു ക്യാൻ സീ ദ ക്വീൻസ് വെഗ്നസ് ഹോസ്പിറ്റൽ ഇൻ പാരീസ്, അതുപോലെ തന്നെ പ്ലറ്റോണിക് അക്കാഡമി ഇൻ ഫ്ലോറൻസിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വെസ്റ്റേൺ സിറ്റികളുടെ മെഡീവൽ സിറ്റികൾ ഒന്നായിരുന്നു ഫ്ലോറൻസ് അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഈസ്റ്റിലേക്ക് വരുമ്പോൾ ഈസ്റ്റിലുള്ള മോസ്റ്റ് അറബിക് മ്യൂസീഷ്യൻസിന് അറിയപ്പെട്ടത് 3 ആളുകളാണ്. ഒന്ന് ഇബ്നു മിസ്ജയും, മറ്റൊന്ന് ഇബ്നു മുഹ്രിസും, ഇബ്നു സുറായും. ആരൊക്കെയാണ്? ഇബ്നു മിസ്ജ, ഇബ്നു സുഹ്രിസ് ആൻഡ് ഇബ്നു സുറായ. These were all about the art and literature. Then the last part of the chapter, science of the medieval world. മെഡീവൽ വേൾഡിലുള്ള സയൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വെസ്റ്റും ഉണ്ട്, ഈസ്റ്റ് സയൻസും ഉണ്ട്. അപ്പം വെസ്റ്റ് സയന്റിസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് റോജർ ബേക്കൺ ആണ്. അദ്ദേഹമാണ് ഇൻവെൻഷൻ ഓഫ് എയർക്രാഫ്റ്റിന്റെ ഇൻവെൻഷൻ തുടങ്ങി വെച്ചത് ആരാണ്? റോജർ ബേക്കൺ ആണ്. ഈസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വി ക്യാൻ സീ ദ ലിസ്റ്റ് ഓഫ് ദ scientists here. Many scholars who made notable contribution to the field of science lived during the medieval world. Medieval period ഉണ്ടായിരുന്ന വലിയ സയന്റിസ്റ്റുകൾ, they have contributed so many things to the science. The following table contains information of some of them. ആരൊക്കെയാണ് സ്കോളേഴ്സ്? ഇബ്നു സീന അഥവാ അവിസന്ന is known as അവിസന്ന, ഇബ്നു അൽ ഖാസിം, അൽ ബറൂനി, മുഹമ്മദ് അൽ റാസി, റോജർ ബേക്കൺ, ഭാസ്കര II. So these are the main scientific scholars at the period of medieval age. അപ്പം ഇബ്നു സീന അഥവാ അവിസന്നയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? അദ്ദേഹം ഒരു മെഡിക്കൽ സയന്റിസ്റ്റ് ആയിരുന്നു ആൻഡ് ഓൾസോ ഹി വാസ് എ ഫിലോസഫർ. ഇബ്നു സീന ഒരു മെഡിക്കൽ സയന്റിസ്റ്റും ആയിരുന്നു, അദ്ദേഹം ഒരു ഫിലോസഫറുമായിരുന്നു. ഇബ്നു അൽ ഖാസിം ഫാദർ ഓഫ് സർജറി തുടങ്ങി വെച്ചത് അദ്ദേഹമാണ്. സോ ഹി വാസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സർജറി ഇൻ ദ മെഡീവൽ ഏജ്. അൽ ബറൂനി formulated the basic ideas of geology and anthropology. ജിയോളജിയെ കുറിച്ചും ആന്ത്രപ്പോളജിയെ കുറിച്ചും, ഇത് രണ്ടും നമ്മളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ടിരുന്നു. ഭൂമിയുടെ ഉപരിതലത്തെ കുറിച്ച് പഠിക്കുന്നതാണ് ജിയോളജി. അതിലുള്ള ഖനനങ്ങളെ കുറിച്ച്, ഇപ്പം നമ്മൾ എന്താ പറയുക, ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെയുള്ള പഴയ കാലത്തുള്ള സാധനങ്ങളൊക്കെ എടുക്കുമല്ലോ. ദ സ്റ്റഡി അബൌട്ട് ദാറ്റ് ഈസ് കോൾഡ് ആസ് ആന്ത്രപ്പോളജി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഉപജ്ഞാതാവായിരുന്നു ആര്? അൽ ബറൂനി. ദെൻ ദ മുഹമ്മദ് അൽ റാസി, അദ്ദേഹം ഗേവ് കോൺട്രിബ്യൂഷൻസ് ദ മെഡിക്കൽ സയൻസ് ആയിരുന്നു മുഹമ്മദ് അൽ റാസിയുടെ ഫോക്കസ് ഉണ്ടായിരുന്നത്. റോജർ ബേക്കൺ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ദ ഓട്ടോമൊബൈൽസ് ആൻഡ് എയർക്രാഫ്റ്റ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ ഫോക്കസ് ഉണ്ടായിരുന്നത്. ഭാസ്കര ഗേവ് നോട്ടബിൾ കോൺട്രിബ്യൂഷൻസ് ടു ഓസ്ട്രോണമി. വി നോ ദാറ്റ് അല്ലേ, നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഉപഗ്രഹ പേടത്തിന്റെ പേര് തന്നെ എന്തായിരുന്നു? ഇറ്റ് വാസ് നെയിംഡ് ആസ്, നമ്മളുടെ ഭാസ്കരയുടെ പേരിലാണ് അത് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, വിക്ഷേപിച്ചിരുന്നത്. സോ ഭാസ്കര അദ്ദേഹത്തിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ട്രോണമിയിലായിരുന്നു, ബഹിരാകാശങ്ങളെ കുറിച്ചുള്ള പഠനത്തിലാണ്. സോ they were the main scholars of the scientists in the medieval period. You can see a clock tower of Kaifeng. ഇത് ചൈനയിലുള്ള ഒരു ക്ലോക്കാണ്. അഥവാ മെഡീവൽ പീരീഡിൽ ഒരു ചൈനീസ് ആയിട്ടുള്ള ഒരാൾ ഉണ്ടാക്കിയൊരു ക്ലോക്കാണ്. 8th സെഞ്ചുറിയിലാണ് ഈ ക്ലോക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 12 മീറ്റർ ഹൈറ്റ് ആണ്. 12 മീറ്റർ ആണ് അതിന്റെ ഹൈറ്റ്. അതിന്റെ മുകളിൽ ഒരു ഹ്യൂമൻ സ്റ്റാറ്റ്യൂ ഉണ്ടാവും. ആ ഹ്യൂമൻ സ്റ്റാറ്റ്യൂ എന്ന് പറഞ്ഞാൽ ഒരു റെഗുലർ ഇന്റർവെല്ലിൽ അവരെന്ത് ചെയ്യും, നമ്മൾ അലാമൊക്കെ വെക്കുന്ന മാതിരി ആ ക്ലോക്ക് ഓരോ റെഗുലർ ഇന്റർവെല്ലിൽ ആ ഹ്യൂമൻ സ്റ്റാറ്റ്യൂ എന്ത് ചെയ്യും, ആ ഡ്രമ്മിൽ ഇങ്ങനെ അടിക്കും. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് വാട്ട്? ക്ലോക്ക് ടവർ ഓഫ് കൈഫൻ. Then the Arabic contributions to the സയൻസിലേക്ക് അറബികൾ എന്തൊക്കെ കോൺട്രിബ്യൂട്ട് നമ്മൾ പറഞ്ഞു. ഇബ്നു അൽ ഖാസിമും അവിസന്നയും അതുപോലെ തന്നെ മുഹമ്മദ് അൽ റാസിയും ഇബ്നു ഖൽദൂൻ എല്ലാവരും എന്താണ്? അറേബ്യൻ സ്കോളേഴ്സ് ആണ്. So the Arabic numerals and the zero from India were popularized in Europe. അറബികളുടെ ന്യൂമറിക്കൽ അബിലിറ്റിയും അതുപോലെ തന്നെ ഇന്ത്യയുടെ സീറോയും യൂറോപ്പിൽ എന്ത് ചെയ്തു, പ്രചരിച്ചു. കെമിസ്ട്രി വാസ് ഡെവലപ്ഡ് ആസ് എ സയൻസ്. കെമിസ്ട്രി ഒരു സയൻസ് ആയിട്ട് വന്നു. Arabs were the inventors of the subjects like algebra or optics. ആൽജിബ്രയും ഒപ്റ്റിക്സിന്റെയും ഇൻവെന്റേഴ്സ് ആരാണ്? അറബികളാണ്. ചൈനയുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയായിരുന്നു ഈ സയൻസിലേക്ക്? മെറൈനസ് കോമ്പസ്, അതായത് കടൽ യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്നതാണ് കോമ്പസ്, അത് കണ്ടുപിടിച്ചത് ചൈനയാണ്.
പ്രിന്റിംഗ് സിസ്റ്റം, സെസിമോഗ്രാഫ്, ആസ്ട്രാലാബ്, ഗൺ പൗഡർ. ഇതൊക്കെ ആരാണ് കണ്ടുപിടിച്ചത്? ചൈനയാണ് കണ്ടുപിടിച്ചത്. എന്തൊക്കെ? മെറൈനിയസ് കോമ്പസ്, പ്രിന്റിംഗ്, സെസിമോഗ്രാഫ്, ആസ്ട്രാലാബ് ആൻഡ് ഗൺ പൗഡർ. ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് ദ ക്രൂസൈഡ്സ്, അതായത് നമ്മൾ കുരിശുയുദ്ധ കാലഘട്ടമാണല്ലോ, അപ്പൊ അവരുടെ ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്? ദ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടെലസ്കോപ്പ്, ടെലസ്കോപ്പിന്റെ ഇൻസ്ട്രുമെന്റ്സ് കൊടുത്തിരുന്നത് ആരാണ്? ക്രൂസൈഡ്സ് ആണ്. സ്ട്രീറ്റ് ലൈറ്റ്സ് ഓഫ് ദ സിറ്റീസ് ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം അവരാണ് കൊണ്ടുവന്നത്. മെക്കാനിക്കൽ ക്ലോക്കുകൾ കൊണ്ടുവന്നു. പ്രിൻസിപ്പിൾ ഓഫ് ദ ഗിയർ, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, സർജറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ്, ആൽജിബ്ര, ആൽക്കെമി ആൻഡ് ട്രിഗ്നോമെട്രി, അതായത് മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള ആൽജിബ്രയും ആൽക്കെമിയും ട്രിഗ്നോമെട്രിയും എല്ലാം കൊണ്ടുവന്നത്. ക്രൂസൈഡ്സിന്റെ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അവര് പിന്നെ ടെലസ്കോപ്പിന്റെ ഉപകരണങ്ങൾ കൊണ്ടുവന്നു, സ്ട്രീറ്റ് ലൈറ്റ്സ് ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം, മെക്കാനിക്കൽ ക്ലോക്സ്, പ്രിൻസിപ്പിൾ ഓഫ് ഗിയർ, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ആൽജിബ്ര, അതുപോലെ തന്നെ ആൽക്കെമി ആൻഡ് ട്രിഗ്നോമെട്രി. Then this is all about the East and the West era of exchanges ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിൽ ട്രേഡ്, കൾച്ചർ ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇപ്പൊ ട്രേഡ് എന്ന് പറയുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് ട്രേഡ് റൂട്ട്സ് ആണ്. മെയിൻലി രണ്ട് ട്രേഡ് റൂട്ട്സിലാണ് നമ്മൾ പറഞ്ഞത്, സിൽക്ക് റൂട്ടും സ്പൈസ് റൂട്ടും. പിന്നെ അതിൽ വരുന്ന ട്രേഡിംഗ് സെന്റേഴ്സ്, ഈസ്റ്റേൺ സെന്റേഴ്സും വെസ്റ്റേൺ സെന്റേഴ്സും നമ്മൾ പറഞ്ഞു. ഫോർമേഷൻ ഓഫ് ടൗണുകൾ എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ അതിൽ വന്നത് ഗിൽഡുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ് ഗിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഈസ് ഗിൽഡ്? യെസ് അല്ലേ, നമ്മുടെ ഓരോ പിന്നെ ഒക്യുപ്പേഷനിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ, ഒരു അസോസിയേഷൻ, ഒരു ഓർഗനൈസേഷൻ ആണ് ഗിൽഡ് എന്ന് പറയാം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ട്രേഡ്. ഇനി കൾച്ചർ എന്ന് പറയുമ്പോൾ കൾച്ചറിൽ വരുന്ന എന്താണ്? എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ സ്കൂളുകൾ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ്, കൾച്ചറൽ എക്സ്ചേഞ്ച്, ആർട്ട്, ലിറ്ററേച്ചർ, മ്യൂസിക്, സയൻസ് അല്ലേ. അപ്പൊ ഒന്നും കൂടെ നോക്കാം നമുക്ക്. ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് രണ്ടായിട്ട് തിരിച്ചു, ട്രേഡ് ആൻഡ് കൾച്ചർ. ട്രേഡ് എന്ന് പറയുമ്പോൾ ട്രേഡ് റൂട്ട്സ്, സിൽക്ക് റൂട്ട്, സ്പൈസ് റൂട്ട്, ട്രേഡിംഗ് സെന്റേഴ്സ്, ഫോർമേഷൻ ഓഫ് ടൗൺസ് ആൻഡ് ദ ഗിൽഡ്സ്. ക്ലിയർ? സെക്കൻഡ് ഏരിയ കൾച്ചർ. കൾച്ചർ എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റീസ്, കൾച്ചറൽ എക്സ്ചേഞ്ച്, ആർട്ട്, ലിറ്ററേച്ചർ, മ്യൂസിക് ആൻഡ് സയൻസ്. So this is all about the chapter. I hope that you all understand very well. Thank you for